ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പുതിയ ഭരണസമിതി അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തൃശൂർ കോർപ്പറേഷനിലെയും ജില്ലാ പഞ്ചായത്തിലെയും മുതിർന്ന അംഗങ്ങൾക്ക് ആദ്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തത് കളക്ടർ. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ക്രമക്കേട് കേസിൽ CBI അന്വേഷണത്തിനുള്ള സ്റ്റേ തുടരും. ശിവശങ്കരന്റെ നേതൃത്വത്തിൽ ലൈഫ് മിഷനിൽ വൻ ഗൂഢാലോചന നടന്നുവെന്ന് CBI. സംസ്ഥാനത്ത് 3423 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. തൃശൂരിൽ രോഗം സ്ഥിരീകരിച്ചത് 259 പേർക്ക്. കടപ്പുറം പഞ്ചായത്ത് സെക്രട്ടറി അടക്കം 20 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഭരണം പിടിക്കുന്നതിനായി വിമതനെ അനുനയിപ്പിക്കാനുള്ള നീക്കം തുടർന്ന് കോൺഗ്രസ്. ആരെ പിന്തുണയ്ക്കുമെന്ന തീരുമാനം 24-ന് അറിയിക്കുമെന്ന് കോൺഗ്രസ് വിമതൻ MK വർഗീസ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കെതിരെ വിമർശനവുമായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം രംഗത്ത്. പരസ്പര ധാരണയായ സീറ്റുകളിൽ വിമതരെ ഇറക്കി സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിയെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ്. സംസ്ഥാനത്തെ ബാറുകളും കള്ളുഷാപ്പുകളും ചൊവ്വാഴ്ച മുതൽ തുറക്കാൻ സർക്കാർ ഉത്തരവ്. ബിയർ പാർലറുകളും വൈൻ പാർലറുകളും തുറക്കാനും അനുമതി. BJP സംസ്ഥാന വക്താവ് B. ഗോപാലകൃഷ്ണനെതിരെ പരാതിയുമായി ഹിന്ദു ഐക്യവേദി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി K. കേശവദാസ് രംഗത്ത്. ഗോപാലകൃഷ്ണൻ തന്നെയും കുടുംബത്തെയും അപമാനിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കേശവദാസ് പരാതി നൽകി. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തൃശൂർ കോർപ്പറേഷനിലേക്കുള്ള ഭരണസമിതി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കോർപ്പറേഷൻ കൌൺസിൽ ഹാളിൽ നടന്നു. ജില്ലാ കളക്ടർ S. ഷാനവാസ് മുതിർന്ന അംഗമായ ML റോസിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ഡിവിഷൻ ക്രമനമ്പർ അനുസരിച്ച് മറ്റ് 53 അംഗങ്ങൾക്ക് ML റോസി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 28-ന് രാവിലെ മേയർ, ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പ് നടക്കും. തിരഞ്ഞെടുപ്പിന് ശേഷം തീയതി നിശ്ചയിച്ച് ആദ്യ കൌൺസിൽ ചേരും. ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന അംഗമായ തളിക്കുളം 25-ാം ഡിവിഷനിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട PM അഹമ്മദിന് ജില്ലാ കളക്ടർ S. ഷാനവാസ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മറ്റംഗങ്ങൾക്ക് P. അഹമ്മദ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 30-ന് രാവിലെ ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും ഉച്ചയ്ക്ക് ശേഷം വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പും നടക്കും. ഇതിനുശേഷം തീയതി നിശ്ചയിച്ച് ആദ്യ ജില്ലാ പഞ്ചായത്ത് യോഗം ചേരും. നഗരസഭാ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. ചാവക്കാട് നഗരസഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടന്നു. പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടന്നത്. മുതിർന്ന അംഗമായ അക്ബർ കോനോത്തിന് വരണാധികാരി റിട്ടേണിംഗ് ഓഫീസർ MK കൃപ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മറ്റ് അംഗങ്ങൾക്ക് അക്ബർ കോനോത്ത് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് പ്രഥമ കൗൺസിൽ യോഗം ചേർന്നു. വടക്കാഞ്ചേരി നഗരസഭ പുതിയ ഭരണസമിതി അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. നഗരസഭാ വരണാധികാരി CP വിൻസെന്റ് മുതിർന്ന അംഗമായ KT ജോയ്ക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് KT ജോയ് മറ്റംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഗുരുവായൂർ നഗരസഭയിലെ 43 കൗൺസിലർമാരും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന അംഗം പ്രൊഫസർ PK ശാന്തകുമാരിയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. തെരഞ്ഞെടുപ്പ് ഭരണാധികാരിയായിരുന്ന ഡെപ്യൂട്ടി കളക്ടർ AJ മേരി നഗരസഭാ മുൻ ചെയർപേഴ്സൺ കൂടിയായ ശാന്തകുമാരിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ശാന്തകുമാരി മറ്റംഗങ്ങൾക്ക് ക്രമപ്രകാരം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ പുതിയ കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. വരണാധികാരിയും ഭൂനികുതി ഡെപ്യൂട്ടി കളക്ടറുമായ AP കിരൺ മുതിർന്ന അംഗവും മുൻ ചെയർമാനുമായ KR ജൈത്രന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മറ്റംഗങ്ങൾക്ക് KR ജൈത്രൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നഗരസഭ അധ്യക്ഷ, ഉപാധ്യക്ഷൻ എന്നീ പദവികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഡിസംബർ 28-നാണ് നടത്തുന്നത്. ചാലക്കുടി നഗരസഭയിലെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നഗരസഭാ അങ്കണത്തിൽ നടന്നു. മുതിർന്ന അംഗം റോസി ലാസറിന് വരണാധികാരി ചാലക്കുടി DFO സംബുദ്ധ മജുംദാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നഗരസഭയിലെ 19-ാം വാർഡ് അംഗം കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് PPE കിറ്റ് ധരിച്ചാണ് സത്യപ്രതിജ്ഞയ്ക്കെത്തിയത്. ഇരിങ്ങാലക്കുട നഗരസഭയിൽ 41 കൗൺസിലർമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഡെപ്യൂട്ടി കളക്ടർ B. ജയശ്രീ മുതിർന്ന അംഗമായ PT ജോർജിന് ആദ്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പിന്നീട് ജോർജ് മറ്റംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. 28-ന് രാവിലെ 11-ന് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പും 2-ന് വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പും നടക്കും. മണ്ഡലത്തിലെ ബ്ലോക്ക് പഞ്ചായത്തിലും 7 പഞ്ചായത്തുകളിലും പഞ്ചായത്ത് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കുന്നംകുളം നഗരസഭയിലെ 37 അംഗ കൗൺസിലർമാർ സത്യവാചകം ചൊല്ലി ദൃഢപ്രതിജ്ഞയെടുത്ത് അധികാരമേറ്റു. കുന്നംകുളം ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന അംഗം സീതാ രവീന്ദ്രന് വരണാധികാരി PD സിന്ധു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് സീതാ രവീന്ദ്രൻ മറ്റംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ന്യൂസ് ഡെസ്ക് TCV.
വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ക്രമക്കേട് കേസിൽ CBI അന്വേഷണത്തിനുള്ള സ്റ്റേ തുടരും. CBI FIR നൽകണമെന്നാവശ്യപ്പെട്ട് സർക്കാർ നൽകിയ ഹർജിയിലാണ് നടപടി. ഹർജിയിൽ ഹൈക്കോടതി വിധി പറയുന്നതുവരെ സ്റ്റേ നീട്ടി. ലൈഫ് മിഷൻ പദ്ധതി ശിവശങ്കറിന്റെ നേതൃത്വത്തിൽ ഹൈജാക്ക് ചെയ്തുവെന്നും പദ്ധതിയെ അട്ടിമറിക്കുന്നതിന് ഗൂഢാലോചന നടന്നുവെന്നും CBI കോടതിയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് 3423 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. മലപ്പുറം 626, കോഴിക്കോട് 507, എറണാകുളം 377, പാലക്കാട് 305, തൃശൂർ 259, ആലപ്പുഴ 242, കൊല്ലം 234, തിരുവനന്തപുരം 222, കോട്ടയം 217, കണ്ണൂർ 159, പത്തനംതിട്ട 112, വയനാട് 65, ഇടുക്കി 55, കാസർഗോഡ് 43 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കണക്കുകൾ. 24 മണിക്കൂറിനിടെ 34,847 സാമ്പിളുകൾ പരിശോധിച്ചു. ഇതര സംസ്ഥാനത്തു നിന്ന് എത്തിയ 48 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 2982 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. 359 പേരുടെ സമ്പർക്ക ഉറവിടം അറിയില്ല. 34 ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം ബാധിച്ചു. 27 മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 2843ആയി. 4494 പേർ രോഗമുക്തി നേടി. ഇതോടെ സംസ്ഥാനത്ത് നിലവിൽ ചികിത്സയിൽ ഉള്ളവരുടെ എണ്ണം 60,504ആയി. തൃശൂരിൽ 259 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 590 പേർ രോഗമുക്തി നേടി. സമ്പർക്കത്തിലൂടെ 247 പേർക്ക് രോഗം ബാധിച്ചു. 2 ആരോഗ്യ പ്രവർത്തകർക്കും ഇതര സംസ്ഥാനത്തു നിന്ന് എത്തിയ 4 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. 6 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. 3523 സാമ്പിളുകളാണ് പരിശോധനയ്ക്കെടുത്തത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. തൃശൂർ കോർപ്പറേഷൻ ഭരണം പിടിക്കുന്നതിനായി വിമതനെ അനുനയിപ്പിക്കാനുള്ള നീക്കം തുടർന്ന് കോൺഗ്രസ്. ഒല്ലൂക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോയ് പാലോക്കാരൻ കോൺഗ്രസ് വിമതൻ MK വർഗീസുമായി ചർച്ച നടത്തി. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിലാണ് ചർച്ച നടന്നത്. DCC നേതൃത്വത്തിന്റെ അറിവോടെയാണ് മണ്ഡലം കമ്മിറ്റി MK വർഗീസുമായി ചർച്ച നടത്തിയത്. MK വർഗീസുമായി ചർച്ച നടത്തിയതിന്റെ ഫോട്ടോ കോൺഗ്രസ് പ്രവർത്തകർ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതേസമയം MK വർഗീസിനെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കവും LDF നേതൃത്വം ശക്തമാക്കിയിട്ടുണ്ട്. തൃശൂർ കോർപ്പറേഷനിൽ ആരെ പിന്തുണയ്ക്കുമെന്ന തീരുമാനം 24-ന് അറിയിക്കുമെന്ന് കോൺഗ്രസ് വിമതൻ MK വർഗീസ്. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരു മുന്നണികളിൽ നിന്നും സമ്മർദ്ദമുണ്ട്. പ്രഥമ പരിഗണന LDF-നായിരിക്കും. താൻ മേയർ ആവാനല്ല മത്സരിച്ചതെന്നും വർഗീസ് പറഞ്ഞു. ഞാനൊരു കൗൺസിലർ ആവാനാണ് മത്സരിച്ചത്. മേയർ കുപ്പായം കണ്ടിട്ട് മത്സരിച്ച ഒരാളല്ല. അതാണ് ആദ്യം പറയാനുള്ളത്. പിന്നെ 2 ഭാഗത്തുനിന്നും എനിക്ക് ഭയങ്കര ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും UDF-ന്റെ ഭാഗത്തുനിന്നും വലിയ സമ്മർദ്ദങ്ങളുണ്ട്. ദൈവപുത്രൻ ഈ മണ്ണിലേക്ക് വരുന്നതിൻ്റെ തലേദിവസം 24-ാം തീയതി എൻ്റെ തീരുമാനം ഞാൻ നിങ്ങളെ അറിയിക്കും. 24-ാം തീയതി അറിയിച്ചിരിക്കും. അപ്പോൾ ഒരൊറ്റ കാര്യമുള്ളൂ, ഞാൻ പ്രഥമ പരിഗണന ഇപ്പോഴും കൊടുത്തിട്ടുള്ളത് ഇടതുപക്ഷത്തിന് തന്നെയാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കെതിരെ വിമർശനവുമായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം രംഗത്ത്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനം തുടങ്ങി. UDF-ന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് ഘടകകക്ഷികളോട് നീതി പുലർത്തിയില്ലെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് പറഞ്ഞു. സംസ്ഥാന UDF നേതൃത്വം സ്റ്റാറ്റസ് കോ നടപ്പിലാക്കണമെന്ന നിർദ്ദേശം പൂർണ്ണമായി ചർച്ച ചെയ്ത് പരിഹരിക്കാൻ തൃശൂർ ജില്ലയിൽ DCC നേതൃത്വത്തിനും കോൺഗ്രസ് നേതൃത്വത്തിന് സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ കഴിഞ്ഞില്ല എന്നുള്ള ദയനീയ സ്ഥിതിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഉഭയകക്ഷി ചർച്ചകൾ പോലും പൂർത്തിയാക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞില്ല. പരസ്പര ധാരണയായ സീറ്റുകളിൽ വിമതരെ ഇറക്കി സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നതെന്നും കുര്യാക്കോസ് കുറ്റപ്പെടുത്തി. തൃശൂർ കോർപ്പറേഷനിൽ ഞങ്ങൾക്ക് അനുവദിച്ച എഴുത്തുരുത്ത് പറവട്ടാനി സീറ്റുകളിൽ വിമത പ്രവർത്തനം ശക്തമായി. വിമതർക്കൊപ്പം ബ്ലോക്ക് ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ കടന്നു വന്നപ്പോൾ അവരെ സംബന്ധിച്ച് DCCക്ക് ഞങ്ങൾ കത്ത് നൽകി. പക്ഷേ യാതൊരു നടപടിയും എടുത്തില്ല എന്ന് മാത്രമല്ല, വിമത പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ അച്ചടക്ക നടപടിയില്ല എന്ന സന്ദേശം അവർക്ക് എത്തിച്ചു നൽകുന്നത് DCC ഭാരവാഹികളാണ്. ഗ്രാമപഞ്ചായത്തുകളിലെ തിരഞ്ഞെടുപ്പുകളിൽ ഇടപെടുകയോ ആവശ്യമായ നിർദ്ദേശം നൽകുകയോ ചെയ്തില്ലെന്നും CV കുര്യാക്കോസ് ആരോപിച്ചു. TCV ന്യൂസ്, തൃശൂർ. സംസ്ഥാനത്തെ ബാറുകളും കള്ളുഷാപ്പുകളും തുറക്കാൻ സർക്കാർ ഉത്തരവ്. കോവിഡിനെ തുടർന്ന് 9 മാസത്തെ അടച്ചിടലിന് ശേഷമാണ് ബാറുകളും കള്ളുഷാപ്പുകളും തുറക്കാൻ സർക്കാർ ഉത്തരവിറക്കിയത്.
ബിയർ വൈൻ പാർലറുകളും തുറക്കാം. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും തുറക്കുക. ക്ലബ്ബുകളിൽ മദ്യം വിളമ്പാം. രാവിലെ 10 മുതൽ രാത്രി 9 വരെ തുറക്കാനാണ് അനുമതി. ബവ്കോ ഔട്ട്ലെറ്റുകളുടെ പ്രവർത്തന സമയം രാത്രി 9 വരെയാക്കി. ബാറുകളിലെ പാഴ്സൽ വിൽപ്പന നിർത്തും. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ ബിജെപിയിലെ പോര് പുറത്തേക്ക്. ബിജെപി നേതാവ് ബി ഗോപാലകൃഷ്ണനെതിരെ ഹിന്ദു ഐക്യവേദി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി കെ കേശവദാസ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. കോർപ്പറേഷൻ കുട്ടൻകുളങ്ങര ഡിവിഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഗോപാലകൃഷ്ണൻ പരാജയപ്പെട്ടതിനെ തുടർന്ന് തന്നെയും കുടുംബാംഗങ്ങളെയും കുറിച്ച് സമൂഹമാധ്യമങ്ങളിലൂടെ അപവാദം പ്രചരിപ്പിക്കുകയാണെന്ന് പരാതിയിൽ പറയുന്നു. സംഘടനാ നേതാക്കളുമായി സംസാരിച്ചതിനെ തുടർന്നാണ് താൻ ബി ഗോപാലകൃഷ്ണനെതിരെ പരാതി നൽകിയതെന്നും കേശവദാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന വോട്ടർ പട്ടിക പുതുക്കൽ കുറ്റമറ്റതാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ സഹകരിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷക ടിങ്കു ബിസ്വാൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വോട്ടർ പട്ടിക പുതുക്കൽ സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ സംസാരിക്കുകയായിരുന്നു അവർ. അർഹരായ ഒരാൾ പോലും പട്ടികയിൽ നിന്നും പുറത്തു പോകുന്നില്ലെന്നും കൂട്ടായ പരിശ്രമത്തിലൂടെ ഉറപ്പാക്കണമെന്ന് ടിങ്കു ബിസ്വാൾ അഭ്യർത്ഥിച്ചു. വോട്ടർ പട്ടിക പുതുക്കുന്നത് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങളും പരാതികളും യോഗം വിലയിരുത്തി. പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉന്നയിച്ച ആക്ഷേപങ്ങളും ആശങ്കകളും കൃത്യമായി വിലയിരുത്തി തുടർ നടപടികൾ സ്വീകരിക്കും. പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള തീയതി നീട്ടണമെന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ ആവശ്യം ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ശുപാർശ ചെയ്യുമെന്ന് ടിങ്കു ബിസ്വാൾ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ യു ഷീജ ബീഗം, ജൂനിയർ സൂപ്രണ്ട് ആർ അശോക് കുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കുന്നംകുളം നഗരസഭയിലേക്ക് വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച ടി സോമശേഖരൻ LDFന് പിന്തുണ നൽകുമെന്ന് ഔദ്യോഗികമായി അറിയിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സോമശേഖരൻ. കുന്നംകുളത്ത് ഭരണസമിതി രൂപീകരിക്കാൻ സോമശേഖരന്റെ നിലപാട് നിർണായകമായ സാഹചര്യത്തിലാണ് പ്രഖ്യാപനം. വൻ ഓഫറുകൾ നൽകിക്കൊണ്ട് കോൺഗ്രസും BJPയും സോമശേഖരനെ സമീപിച്ചിരുന്നു. നിലവിൽ 18 അംഗങ്ങളുള്ള LDFന് കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ ഒരു സീറ്റ് കൂടി അനിവാര്യമായ സാഹചര്യത്തിൽ സോമശേഖരനുമായി നടത്തിയ ചർച്ചയിലാണ് LDFന് പിന്തുണ നൽകാൻ ധാരണയായത്. കുന്നംകുളം നഗരസഭ 16-ാം വാർഡ് കാണിപ്പയ്യൂരിൽ നിന്നാണ് സോമശേഖരൻ ജനവിധി തേടിയത്. ക്രിസ്മസ് വിശേഷങ്ങളുമായി ജിംഗിൾ ബെൽസ്. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ആഘോഷിക്കുന്ന ക്രിസ്മസ് രാവിലെ മഞ്ഞുള്ള രാത്രിയിൽ വിണ്ണിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്ര താരങ്ങളോടൊപ്പം മണ്ണിലും വർണ്ണശോഭ വിരിയിക്കാനുള്ള നക്ഷത്ര വിപണി സജീവമായി കഴിഞ്ഞു. ഇത്തവണ മിന്നിത്തിളങ്ങുന്ന നക്ഷത്ര താരങ്ങളിൽ പ്രധാനി നിയോൺ നക്ഷത്രങ്ങളാണ്. നല്ല ഭംഗിയും കൂടുതൽ വെളിച്ചവും ഇവയെ ആകർഷകമാക്കുന്നു. വാം റെഡ്, പിങ്ക്, ബ്ലൂ, ലൈറ്റ് ബ്ലൂ, വൈറ്റ്, ഗ്രീൻ തുടങ്ങിയ നിറങ്ങളിലെല്ലാം നിയോൺ സ്റ്റാർ വിപണി കീഴടക്കി കഴിഞ്ഞു. 1750 രൂപയാണ് ഇതിന്റെ വില. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവുകൾ വന്നെങ്കിലും കർശന നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ വ്യാപാരം പഴയതുപോലെ തകൃതിയായിട്ടില്ലെന്നും വരും ദിവസങ്ങളിൽ മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും തൃശൂർ എരിഞ്ഞേരി അങ്ങാടിയിലെ വ്യാപാരിയായ കേരള ഫാൻസി ഉടമ ജമാൽ പറയുന്നു. കുറേശ്ശെ ഇങ്ങനെ ആയി വരുന്നുള്ളൂ. വിപണി ഉണരുമെന്നും വളരെ പ്രതീക്ഷയിലാണ് കച്ചവടക്കാരെല്ലാവരും. 1200 രൂപ വിലയുള്ള സ്റ്റാർ ആൻഡ് ട്രീ, 1750 രൂപയുടെ മാലാഖ എന്നിവയ്ക്കും വിപണിയിൽ നല്ല ഡിമാൻഡുണ്ട്. വിവിധ മോഡലുകളിലും വർണ്ണങ്ങളിലുമുള്ള LED നക്ഷത്രങ്ങൾക്ക് 100 രൂപ മുതൽ 900 രൂപ വരെയാണ് വില. 5 മൂലകളും 7 മൂലകളുമുള്ള പേപ്പർ നക്ഷത്രങ്ങൾക്ക് 30 രൂപ മുതൽ 175 രൂപ വരെയാണ് വില. 2500 രൂപ വിലയുള്ള പിക്സൽ സ്റ്റാറാണ് തങ്ങളുടെ സ്പെഷ്യൽ ഐറ്റമെന്നും കോവിഡ് നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും തരക്കേടില്ലാത്ത വ്യാപാരം നടക്കുന്നുണ്ടെന്നും വരും ദിവസങ്ങളിൽ സജീവമാകുമെന്നും കേരള ഫാൻസി ഉടമയും ജമാലിന്റെ മകനുമായ ഷബീർ പറഞ്ഞു. ഉഷാറായിട്ട് പോണു. ഈ കൊല്ലം നിയോണാണ് സ്റ്റാർ ആയിട്ട് നിൽക്കുന്നത്. എല്ലാ കളറും ഉണ്ട്. 5-6 കളറുണ്ട്. ഗോൾഡ്, വൈറ്റ്, ബ്ലൂ, ഗ്രീൻ, റെഡ്, ലൈറ്റ് ബ്ലൂ എല്ലാം നിയോണ കൊല്ലം ട്രെൻഡ് ആയിട്ടുള്ളത്. കുഴപ്പമില്ല, ഇടയ്ക്ക് ആയിട്ടുണ്ട്. പേടിയുണ്ടായിരുന്നു, ആ പേടിയൊക്കെ മാറി. ചൈനീസ് ഐറ്റംസിനുള്ള വിലക്കും കോവിഡ് ഭീതി നിലനിൽക്കുന്നതും മൂലം ഇത്തവണ കൂടുതൽ വെറൈറ്റി ഐറ്റംസ് വിപണിയിൽ എത്തിക്കാനായില്ല എന്ന വിഷമത്തിലാണ് വ്യാപാരികൾ. കുന്നംകുളം, ചാലക്കുടി, എറണാകുളം എന്നിവിടങ്ങളിൽ നിന്നാണ് നക്ഷത്രമടക്കമുള്ളവ തൃശ്ശൂരിലെത്തുന്നത്. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. മാളയിലെ യുവജന കൂട്ടായ്മ ഒരുക്കിയ കരോൾ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം ശ്രദ്ധേയമാകുന്നു. അഴീക്കോട് കടൽ തീരത്തിനോട് ചേർന്നുള്ള ചോളമരത്തിന്റെ പശ്ചാത്തലത്തിൽ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ളത്.
പതിവിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഈ കൂട്ടായ്മ കരോൾ ഗാനം ചിത്രീകരിച്ചിട്ടുള്ളത്. ബിൻസ് വർഗീസ് എഡിറ്റിംഗ് നിർവഹിച്ച കരോൾ ഗാനാവിഷ്കാരത്തിൽ 13 പേരാണ് പങ്കെടുത്തിട്ടുള്ളത്. ഇടവേള. വാർത്തകളിലേക്ക്. ദൃശ്യഭാഷയുടെ സാധ്യത മലയാള ഭാഷയിൽ അനുഭവിപ്പിച്ച വ്യക്തിയായിരുന്നു പത്മരാജനെന്ന് സാഹിത്യകാരി സാറ ജോസഫ് പറഞ്ഞു. സാഹിത്യ അക്കാദമിയിൽ നടന്ന പത്മരാജൻ ചലച്ചിത്ര സാഹിത്യ പുരസ്കാരദാന ചടങ്ങിൽ പത്മരാജൻ ചെറുകഥാ പുരസ്കാരം ലക്ഷ്മി പത്മരാജനിൽ നിന്ന് ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു സാറ ജോസഫ്. പ്രഥമ പത്മരാജൻ നോവൽ പുരസ്കാരം സുഭാഷ് ചന്ദ്രൻ ഏറ്റുവാങ്ങി. പത്മരാജൻ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ചലച്ചിത്ര സംവിധായകൻ സിബി മലയിൽ വിതരണം ചെയ്തു. മികച്ച സംവിധായകനുള്ള പുരസ്കാരം കുമ്പളങ്ങി നൈറ്റ്സിലെ മധു സി നാരായണനും, മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ബിരിയാണി എന്ന ചിത്രത്തിലെ സജിൻ ബാബുവും, തിരക്കഥ പ്രത്യേക പുരസ്കാരം ഉയിരെ എന്ന ചിത്രത്തിലെ ബോബി സഞ്ജയും ഏറ്റുവാങ്ങി. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖനും ചടങ്ങിൽ പങ്കെടുത്തു. ട്രാൻസ്ജെൻഡർ കവി വിജയരാജ മല്ലികയുടെ ആദ്യ ഇംഗ്ലീഷ് കവിതാ സമാഹാരം എ വേർഡ് ടു മദർ ഓസ്കാർ അവാർഡ് ജേതാവ് ഡോക്ടർ റസൂൽ പൂക്കുട്ടി ഓൺലൈനിൽ പ്രകാശനം ചെയ്തു. അന്തർദേശീയ കവികളുടെ ഓൺലൈൻ കൂട്ടായ്മയായ ക്വാറന്റൈൻ ട്രെയിനിലൂടെയാണ് പ്രകാശന കർമ്മം സംഘടിപ്പിച്ചത്. കവികളായ ചന്ദ്രമോഹൻ, അർജുൻ, രാജേന്ദ്രൻ, പെർവിൻ സാക്കേട്ട്, ശോഭന കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കോവിഡ് ബോധവൽക്കരണത്തിനായി ബോർഡ് ഗെയിം നിർമ്മിച്ച് വിപണിയിലിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗുരുവായൂർ സ്വദേശി ഹാരിഷ്. കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചും കളികളിലേർപ്പെട്ടും സാധാരണക്കാർ ക്വാറന്റൈൻ പിന്നിടുമ്പോൾ മമ്മയൂർ ഹാഷിം മൻസിലിൽ ഹാരിഷ് ലോക്ഡൌൺ എന്ന പേരിൽ ബോർഡ് ഗെയിം തയ്യാറാക്കാനാണ് ക്വാറന്റൈൻ സമയം ഉപയോഗപ്പെടുത്തിയത്. കൊറോണ വൈറസിന്റെ മാതൃകയിലാണ് ബോർഡിൽ കളിക്കളം തീർത്തിരിക്കുന്നത്. പാമ്പും കോണിയുടെ മാതൃകയിൽ ചതുരംഗക്കട്ട കറക്കിയെറിഞ്ഞാണ് കളിക്കുന്നത്. സാധാരണ കളികളിൽ എതിരാളികളെ വെട്ടിവീഴ്ത്തി കരുക്കൾ മുന്നേറുമ്പോൾ ലോക്ഡൌൺ കളിയിൽ ഓരോ മുന്നേറ്റവും അറിവിന്റെയും ബോധവൽക്കരണത്തിന്റെയും വാതായനങ്ങൾ തുറക്കുകയാണ് ചെയ്യുന്നത്. ഒരേ സമയം 2 മുതൽ 13 പേർക്ക് വരെ കളിക്കാവുന്ന രീതിയിലാണ് കളിക്കളം രൂപപ്പെടുത്തിയിരിക്കുന്നത്. പണത്തിന് പകരം കടലാസ് നോട്ടുകൾ, കോയിൻ, കാർഡുകൾ എന്നിവയും കളിയുടെ ഭാഗമാണ്. കളി തുടങ്ങുന്നതിന് മുമ്പ് കളിക്കാർക്ക് 7 നിറങ്ങളിലുള്ള നോട്ടുകൾ നൽകും. ലോകത്തിലെ ആദ്യത്തെ നോട്ടുകളായ ചൈനീസ് നോട്ടിന്റെ മാതൃകയിലാണ് ഇവ തയ്യാറാക്കിയിരിക്കുന്നത്. സാനിറ്റൈസർ, ഗ്ലൗസ്, മാസ്ക് എന്നീ പേരുകളിലാണ് കോയിനുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഷാർജയിൽ പരസ്യ ഏജൻസി നടത്തുന്ന ഹാരിഷ് തന്നെയാണ് ഇവയെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 4-ന് നാട്ടിലെത്തി 14 ദിവസം ക്വാറന്റൈൻ കഴിയുമ്പോഴാണ് ഗെയിം നിർമ്മിച്ചത്. 2 മാസമെടുത്ത് മിനുക്കുപണികളെല്ലാം പൂർത്തീകരിച്ചു. ജനുവരിയോടെ ദുബായിൽ ഗെയിം വിപണിയിലിറക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഹാരിഷ് പറഞ്ഞു. നമ്മൾ ഈ കളിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്കിത് നമ്മുടെ ഹെൽത്തിൽ നല്ലോണം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് ഗൈഡൻസും കാര്യങ്ങളും ഉണ്ടാവും. ഇത് നമ്മുടെ ലോഞ്ചിങ് വരുന്നത് നമ്മൾ ഈ പ്രൊഡക്ഷൻ മാർക്കറ്റിൽ ഇറക്കുന്നത് ജനുവരിയോട് കൂടിയിട്ടാണ്. ദുബായിലാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ജനുവരി ഫെബ്രുവരിയോട് കൂടിയിട്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ കാണും. മാർക്കറ്റിൽ എല്ലാവർക്കും പർച്ചേസ് ചെയ്യാവുന്ന രീതിയിൽ വരും. ഇതിൽ വളരെ ഉപകാരപ്പെട്ട, വളരെ ഹെൽത്തും വളരെ നല്ലൊരു ഗെയിമാണ്. എല്ലാവർക്കും ബെസ്റ്റ് ആയിരിക്കും. സർക്കാർ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കാതെ റോഡിലിറങ്ങിയാൽ കൊറോണയുടെ പിടിയിലമരും എന്ന രീതിയിലാണ് കളിയിലെ ഓരോ മുന്നേറ്റവും. സുരക്ഷാ മുൻകരുതലെടുത്ത് മുന്നേറിയാൽ സ്റ്റേ ഹോം എന്ന ഫിനിഷിംഗ് പോയിന്റിലെത്തുകയും വിജയിക്കുകയും ചെയ്യും. ഇതിന് ഗെയിമിലൂടെ ശാസ്ത്രീയമായ വിശദീകരണങ്ങളും നൽകുന്നുണ്ട്. മുൻകരുതലെടുക്കാതെ കളിക്കളത്തിലൂടെ മുന്നേറിയാൽ മരണം പിടികൂടുമെന്ന മുന്നറിയിപ്പോടെ കളിയിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യും. വിദേശ രാജ്യങ്ങളിൽ പ്രചാരം നേടിയ കളികളോട് സമാനമായ രീതിയിലാണ് ലോക്ഡൌൺ ഗെയിം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിൽ വലിയ പ്രചാരം ലഭിച്ചില്ലെങ്കിലും വിദേശ രാജ്യങ്ങളിൽ കളി ഹിറ്റാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ 31-കാരൻ. TCV ന്യൂസ്, ഗുരുവായൂർ. ബലൂൺ കഷ്ണം തൊണ്ടയിൽ കുടുങ്ങി 5 വയസ്സുകാരൻ മരിച്ചു. എറിയാട് അബ്ദുള്ള റോഡിന് വടക്കുവശം കടമ്പൂട്ട് അബ്ദുൽ ലത്തീഫിന്റെ മകൻ അമൻ യാസറാണ് മരിച്ചത്. വീട്ടിൽ കളിക്കുന്നതിനിടയിലാണ് കുട്ടിയുടെ തൊണ്ടയിൽ ബലൂൺ കഷ്ണം കുടുങ്ങിയത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
കയ്പമംഗലം ചളിങ്ങാട് അടച്ചിട്ട വീട്ടിൽ മോഷണ ശ്രമം. വാതിൽ പൊളിച്ച് മോഷ്ടാക്കൾ അകത്ത് കടന്നെങ്കിലും ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല. വീട്ടിലെ CCTVയിൽ നിന്ന് മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ചളിങ്ങാട് പനച്ചാലിൽ ഷാഹിദ് ഇബ്രാഹിമിന്റെ വീട്ടിലാണ് മോഷണ ശ്രമം നടന്നത്. ഷാഹിദും കുടുംബവും വിദേശത്താണ്. ഷാഹിദിന്റെ ബന്ധുക്കൾ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. സ്വർണവും പണവും വീട്ടിലുണ്ടായിരുന്നില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു. 3 പേർ വീട്ടുമുറ്റത്ത് നിൽക്കുന്നത് CCTVയിൽ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. കയ്പമംഗലം SI KS സുബിന്ദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇടവേള. വാർത്തകളിലേക്ക്. തൃശൂർ നഗരത്തിൽ കാളക്കൂറ്റന്മാർ ഏറ്റുമുട്ടി 2 വാഹനങ്ങൾ തകർത്തു. 2 പേർക്ക് പരിക്കേറ്റു. തിങ്കളാഴ്ച വൈകിട്ട് 7ഓടെ സ്വരാജ് റൌണ്ടിൽ തെക്കേ ഗോപുരത്തിന് മുന്നിൽ അലഞ്ഞു നടന്നിരുന്ന കാളകൾ തമ്മിൽ കുത്തുകൂടുന്നതിനിടയിൽ ഓട്ടോയിലും ഓട്ടോ മറിഞ്ഞ് തൊട്ടടുത്ത കാറിന്റെ മുൻവശത്തും ഇടിക്കുകയായിരുന്നു. ഓട്ടോയും കാറിന്റെ മുൻഭാഗവും ഭാഗികമായി തകർന്നു. പരിക്കേറ്റതിനെ തുടർന്ന് ഓട്ടോ ഡ്രൈവർ ചെറൂർ സ്വദേശി വേണു, ഭാര്യ ലതിക എന്നിവരെ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട്, തിരുവത്ര, ചെങ്കോട്ടയിൽ CPM ലീഗ് സംഘർഷത്തിൽ 5 യൂത്ത് ലീഗ് പ്രവർത്തകർക്ക് പരിക്കേറ്റു. തിരുവത്ര ചീനിച്ചുവട് വടക്കേപ്പുറത്ത് സുഹൈദ്, വലിയപുരയ്ക്കൽ ഇക്ബാൽ, കരിമ്പി അഫ്സൽ, വടക്കേപ്പുറത്ത് മിഥിലാജ്, ആലുങ്ങൽ അനസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം CPM ആഹ്ലാദ പ്രകടനത്തിൽ ലീഗ് ഓഫീസിൽ കയറി കൊടിവീശിയെന്നാരോപിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ ഇന്ന് പ്രകടനം നടത്തിയിരുന്നു. ഇതേ തുടർന്ന് CPM പ്രവർത്തകരുമായി സംഘർഷത്തിലേർപ്പെടുകയായിരുന്നു. പരിക്കേറ്റവരെ കോട്ടപ്പുറം ആംബുലൻസ് പ്രവർത്തകർ ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാട്ടികയിൽ കടന്നൽ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. കണ്ണൂർ സ്വദേശി ആദർശ്, നാട്ടിക സ്വദേശികളായ അഭിജിത്ത്, യതീന്ദ്രദാസ് എന്നിവർക്കാണ് കടന്നൽ കുത്തേറ്റത്. യതീന്ദ്രദാസിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ വലപ്പാട് ഗവൺമെന്റ് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. നാട്ടിക സെന്ററിൽ ദേശീയപാതയോരത്ത് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തെ മരത്തിലുണ്ടായിരുന്ന കടന്നലുകളാണ് കൂട്ടത്തോടെ ആക്രമണം നടത്തിയത്. മാറ്റിവെച്ച +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾ ഈ മാസം 30, 31 തീയതികളിൽ നടക്കും. 30-ന് രാവിലെ ഇക്കണോമിക്സും ഉച്ചയ്ക്ക് 2 മണി മുതൽ അക്കൗണ്ടൻസി വിത്ത് AFS പരീക്ഷയും 31-ന് ഇംഗ്ലീഷ് പരീക്ഷയും നടക്കും. ശക്തമായ കാറ്റിൽ പൂച്ചട്ടി സ്കൂളിന് സമീപം മരം കടപുഴകി ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടറിന്റെ മുകളിലേക്ക് വീണു. സ്കൂട്ടർ യാത്രക്കാരൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വലക്കാവ് സ്വദേശി പാപ്പാലിൽ ജെയിംസിന്റെ സ്കൂട്ടറിന് മുകളിലേക്കാണ് മരം വീണത്. ഇനി വാണിജ്യം. ലിനൻ തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരവുമായി കുന്നംകുളത്ത് ലിനൻ കാസ്റ്റിൽ പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം കാലിക്കറ്റ് റോഡിൽ ചെറുവത്തൂർ ആർക്കേഡിലാണ് ലിനൻ കാസ്റ്റിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം കോസ്മോസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ മോൺസൺ മാവുങ്കൽ നാടമുറിച്ചുകൊണ്ട് നിർവഹിച്ചു. ഗാർഗി ഫാഷൻ ബോട്ടിക് മാനേജിംഗ് ഡയറക്ടർ പ്രിൻസി ഷാജി, സിനി ആർട്ടിസ്റ്റ് മീനാക്ഷി, ലിനൻ കാസ്റ്റിൽ മാനേജിംഗ് ഡയറക്ടർ റിൻഡോ ആന്റണി, വിനീത വർഗീസ് എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. സീനിയർ ആർട്ടിസ്റ്റ് മീനാക്ഷിയും ലിനൻ കാസ്റ്റിൽ ഉടമ റിൻഡോ ആന്റണിയുടെ മകൾ എമറിൻ റോസും ചേർന്ന കേക്ക് കട്ടിംഗ് നിർവഹിച്ചു. സ്ഥാപന ഉടമയിൽ നിന്ന് ഡോക്ടർ മോൺസൺ മാവുങ്കൽ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. സീനിയർ ആർട്ടിസ്റ്റ് ശ്രുതി ജയൻ, കുന്നംകുളം ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ എന്നിവർ സന്നിഹിതരായിരുന്നു. ലിനൻ മൾട്ടി ബ്രാൻഡഡ് സ്റ്റോറിൽ മികച്ച കമ്പനികളുടെ വസ്ത്രശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത്. ലിനൻ ക്ലബ്, ലിനൻ വ്ലോഗ്, ബെർഗോയിൻ തുടങ്ങിയ ബ്രാൻഡഡ് കമ്പനികളുടെ തുണിത്തരങ്ങൾ ഇനി ലിനൻ കാസ്റ്റിലിൽ നിന്ന് തിരഞ്ഞെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 9995340466. ബേക്കറി ഉൽപ്പന്ന വിപണന രംഗത്ത് 35 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള റിജോ ബേക്കറിയുടെ 5ാമത് ഷോറൂം കണിമംഗലത്ത് പ്രവർത്തനം ആരംഭിച്ചു. സ്വാദേറും രുചിവൈവിധ്യങ്ങളും കേക്കുകളിലെ പുതുമകളുമായി കണിമംഗലം SB ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച റിജോ ബേക്കറിയുടെ 5ാമത് ഷോറൂമിന്റെ ഉദ്ഘാടനം റിജോ ബേക്കറി സ്ഥാപകൻ PL തിമോത്തിയും പത്നി ലിസി തിമോത്തിയും ചേർന്ന് നിർവഹിച്ചു. നിർമ്മലപുരം ഇടവക വികാരി ഫാദർ പോൾ പിണ്ടിയാൻ ആശീർവാദം നിർവഹിച്ചു. റിജോ ബേക്കറി ഉടമ PT റിജോ, കുടുംബാംഗങ്ങൾ, ജീവനക്കാർ, നാട്ടുകാർ തുടങ്ങിയവർ സന്നിഹിതരായി. ക്രിസ്മസ്, ന്യൂ ഇയർ ആഘോഷങ്ങളെ വരവേൽക്കാൻ കൊതിയൂറും ബേക്കറി വിഭവങ്ങളുടെയും വിശേഷ ഇനം കേക്കുകളുടെയും രുചിവൈവിധ്യം നിറഞ്ഞ കലവറയാണ് റിജോ ബേക്കറി കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നത്. ഫ്രഷ് ക്രീം, പ്ലം ഇനങ്ങളിൽ വൈവിധ്യവും പുതുമയുമേറിയ കേക്കുകളാണ് മറ്റു കേക്കുകൾക്കൊപ്പം റിജോ ബേക്കറി തയ്യാറാക്കിയിരിക്കുന്നത്. ആകർഷക വിലക്കിഴിവിൽ ചോക്കോ, റിച്ച് പ്ലം, പുഡിംഗ്, ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ്, ചോക്കോ ക്രഞ്ചി തുടങ്ങി വിവിധ ഇനം കേക്കുകളുടെയും
പുതുതലമുറയുടെ ഇഷ്ടവിഭവങ്ങളുടെയും വിപുലമായ ശേഖരം ഒരുക്കിയാണ് പുത്തൂർ, വെട്ടുകാട്, അഞ്ചേരി, ചേലക്കോട്ടുകര എന്നിവിടങ്ങളിലെ റിജോ ബേക്കറി ഷോറൂമുകൾക്കൊപ്പം കണിമംഗലം റിജോ ബേക്കറി ഷോറൂം ഉപഭോക്താക്കൾക്കായി ഒരുങ്ങിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9847034576. വർഷങ്ങളുടെ പ്രവർത്തന പരിചയവുമായി ITCT എന്ന കമ്പ്യൂട്ടർ സ്ഥാപനം തൃശൂർ MG റോഡിലെ തെക്കേമഠം ലൈനിൽ പ്രവർത്തനം ആരംഭിച്ചു. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് നടന്ന ചടങ്ങിൽ ITCT സാരഥികളുടെ മക്കൾ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ITCT കമ്പ്യൂട്ടേഴ്സ് മാനേജിംഗ് പാർട്ണർ സുധീഷ് ആദ്യ വിൽപ്പന നടത്തി. ഷാജു വേലൂർ ആദ്യ വിൽപ്പന സ്വീകരിച്ചു. ചടങ്ങിൽ ITCT സാരഥികൾ, കുടുംബങ്ങൾ, സുഹൃത്തുക്കൾ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പ്രമുഖ ബ്രാൻഡുകളുടെ ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, പ്രിന്റർ, മോണിറ്റർ, ആക്സസറീസ്, കൺസ്യൂമബിൾസ് എന്നിവയുടെ വിപുലമായ ശ്രേണിയാണ് ITCTയിൽ ഒരുക്കിയിരിക്കുന്നത്. ദീർഘകാല പ്രവർത്തന പരിചയമുള്ള പ്രഗത്ഭരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികച്ച വിൽപ്പനാനന്തര സേവനവും ഇവർ ഉറപ്പു നൽകുന്നു. ഇതോടൊപ്പം ആകർഷക തവണ വ്യവസ്ഥകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ബ്രാൻഡ് ഇൻവെർട്ടർ, CCTV, സോളാർ പാനൽ എന്നിവയും വിൽപ്പനാനന്തര സേവനത്തോടുകൂടി വിൽക്കപ്പെടുന്നു. കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് എന്നിവയുടെ സർവീസ് വീടുകളിൽ ചെന്ന് ചെയ്തു കൊടുക്കുന്നതിനുള്ള സൗകര്യവും ITCTയിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ പുതുവർഷത്തോടനുബന്ധിച്ച് ITCTയിൽ നിന്ന് നടത്തുന്ന ഓരോ പർച്ചേസിനോടൊപ്പം ആകർഷകമായ നിരവധി സമ്മാനങ്ങളും ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9995822262 9747365511. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പുതിയ ഭരണസമിതി അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തൃശൂർ കോർപ്പറേഷനിലെയും ജില്ലാ പഞ്ചായത്തിലെയും മുതിർന്ന അംഗങ്ങൾക്ക് ആദ്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തത് കളക്ടർ. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ക്രമക്കേട് കേസിൽ CBI അന്വേഷണത്തിനുള്ള സ്റ്റേ തുടരും. ശിവശങ്കരന്റെ നേതൃത്വത്തിൽ ലൈഫ് മിഷനിൽ വൻ ഗൂഢാലോചന നടന്നുവെന്ന് CBI. സംസ്ഥാനത്ത് 3423 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. തൃശൂരിൽ രോഗം സ്ഥിരീകരിച്ചത് 259 പേർക്ക്. കടപ്പുറം പഞ്ചായത്ത് സെക്രട്ടറി അടക്കം 20 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഭരണം പിടിക്കുന്നതിനായി വിമതനെ അനുനയിപ്പിക്കാനുള്ള നീക്കം തുടർന്ന് കോൺഗ്രസ്. ആരെ പിന്തുണയ്ക്കുമെന്ന തീരുമാനം 24-ന് അറിയിക്കുമെന്ന് കോൺഗ്രസ് വിമതൻ MK വർഗീസ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കെതിരെ വിമർശനവുമായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം രംഗത്ത്. പരസ്പര ധാരണയായ സീറ്റുകളിൽ വിമതരെ ഇറക്കി സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിയെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ്. സംസ്ഥാനത്തെ ബാറുകളും കള്ളുഷാപ്പുകളും ചൊവ്വാഴ്ച മുതൽ തുറക്കാൻ സർക്കാർ ഉത്തരവ്. ബിയർ പാർലറുകളും വൈൻ പാർലറുകളും തുറക്കാനും അനുമതി. BJP സംസ്ഥാന വക്താവ് B. ഗോപാലകൃഷ്ണനെതിരെ പരാതിയുമായി ഹിന്ദു ഐക്യവേദി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി K. കേശവദാസ് രംഗത്ത്. ഗോപാലകൃഷ്ണൻ തന്നെയും കുടുംബത്തെയും അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കേശവദാസ് പരാതി നൽകി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.